പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നമുക്ക് ഏറെ പ്രിയമുള്ള ആളുകളെ നമ്മൾ ചിലപ്പോൾ പേരൊന്നും വിളിക്കൂലല്ലേ. പരമാവധി അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓമന പേര് വിളിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റാരും വിളിക്കാത്ത നമുക്ക് മാത്രം വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള മറ്റെന്തെങ്കിലും പേരൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ അയാളെ സന്തോഷിപ്പിക്കുക. ആ ഒരു രീതി നമുക്ക് വിശുദ്ധ ഖുർആനിലും കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്ത രീതിയും മറ്റു പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്യുന്ന രീതിയും വളരെ വ്യത്യാസമുണ്ട്. സൂറത്തുൽ ബഖറയിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, അവിടെ യാ ആദം എന്നാണ് വിളിച്ചത്. അതുപോലെ തന്നെ സൂറത്ത് ആലി ഇമ്രാനിൽ ഈസാ നബിയെ കുറിച്ച് യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക യാ ഈസ എന്നാണ് അള്ളാഹു വിളിച്ചത്. സൂറത്ത് ത്വാഹയിലും കാണാം മൂസാ നബിയെ വിളിക്കുന്നത് യാ മൂസ ലാ തഖഫ് എന്നാണ്. യാ മൂസ എന്ന് നേരിട്ട് വിളിക്കുകയാണ്. അതുപോലെ സൂറത്ത് മറിയമിൽ യാ സക്കരിയ യാ യഹ്യ യാ മറിയം ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. സൂറത്ത് ഇബ്രാഹിമിൽ യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ. നോക്കൂ നിങ്ങൾ, എല്ലാ പ്രവാചകന്മാരെയും വിളിക്കുന്നത് യാ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ എന്നർത്ഥം വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണത്. എന്നാലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ പോലും അല്ലാഹു യാ നബിയെ എന്ന് വിളിച്ചിട്ടേ ഇല്ല. മറിച്ച് വിളിച്ചതൊക്കെയും യാ അയ്യുഹ എന്ന് വല്ലാത്ത സ്നേഹത്തോടെ മഹബത്തോടെ അങ്ങേറ്റം ഇഷ്ടത്തോടെയാണ് വിളിച്ചിട്ടുള്ളത്. നോക്കൂ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ നബിയ്യു, യാ അയ്യുഹൽ മുദ്ദസിർ, യാ അയ്യുഹർ റസൂൽ, എല്ലായിടത്തും വിളിക്കുന്നത് യാ അയ്യുഹ എന്നുള്ള രീതിയിലാണ്. ഇനി മറ്റു ചിലയിടങ്ങളിൽ നമുക്ക് ത്വഹ, ഹമീം, യാസീൻ എന്നിങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സന്തോഷത്തോടെ വിളിക്കുന്ന, നമ്മള് മാതാപിതാക്കളൊക്കെ മക്കളെ ഓമന പേരിട്ട് വിളിക്കുന്നത് പോലെയുള്ള അഭിസംബോധന രീതികളും കാണുന്നുണ്ട്. ഇനി നോക്കൂ, ശത്രുക്കള് മറ്റു പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്തത് ധാരാളം ഇടങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് അള്ളാഹു കോട്ട് ചെയ്തിട്ട് ഉദ്ധരിച്ച് പറയുന്നത് പോലും അവരുപയോഗിച്ച അതേ പദപ്രയോഗം തന്നെയാണ്. സൂറത്ത് അംബിയയിലെ 62-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കൂ. ഖാലൂ അഅൻത ഫഅൽത ഹാദാ ബിആലിഹതിനാ യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിമേ, നീയും നിന്റെ റബ്ബുമാണോ ഇത് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. യാ ഇബ്രാഹിം എന്ന് ശത്രുക്കൾ അവരുടെ പ്രവാചകനാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച രീതിയാണ്. അതങ്ങനെ തന്നെ പറയുന്നു, യാ ഇബ്രാഹിം. സൂറത്ത് ഹൂദിൽ നോക്കൂ, യാ നൂഹ് ഖദ് ജാദൽതനാ ഫഅക്തറ ജിദാലനാ, അവിടെ ശത്രുക്കൾ വിളിച്ചതാണ് യാ നൂഹ് എന്നുള്ളത്. അത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുമ്പോഴും അതേ പ്രയോഗം തന്നെ വീണ്ടും പ്രയോഗിക്കുകയാണ്. എന്നാല് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 10 വർഷക്കാലം മദീനത്തും 13 വർഷക്കാലത്തോളം അവിടുന്ന് മക്കയിലും ജീവിക്കുമ്പോൾ ടോട്ടൽ 23 വർഷം ജീവിച്ചപ്പോൾ തീർച്ചയായിട്ടും മക്കയിലും മദീനത്തുള്ള ശത്രുക്കള് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ടാവും, ഇല്ലേ? ധാരാളം നമ്മൾ വിളിച്ചിട്ടുണ്ട്. എന്നാൽ ആ വിളികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാത്തവനല്ല. പക്ഷെ അതിനെക്കുറിച്ച് അള്ളാഹു സംസാരിക്കുമ്പോഴും വല്ലാതെ ശ്രദ്ധിച്ചിട്ടാണ്, ബഹുമാനത്തോടെയാണ് അള്ളാഹു സംസാരിക്കുന്നത്. ഒരിക്കൽ പോലും അവര് നിങ്ങളെ ഇങ്ങനെ വിളിച്ചില്ലേ എന്നുള്ള രീതിയിൽ, പേരെടുത്ത് വിളിച്ചില്ലേ എന്നുള്ള രീതിയിലല്ല അള്ളാഹു പറയുന്നത്. മറിച്ച് ഖദ് നഅലമു അന്നഹു ലയഹ്സുനുക അല്ലദീന ലയഖൂലൂൻ എന്നാണ്. തങ്ങളെ അവര് പറയുന്നത് അങ്ങയെ വേദനിപ്പിക്കുന്നുണ്ട് എന്നെനിക്കറിയാം എന്നുള്ള രീതിയിലാണ്. ഖദ് നഅലമു, എനിക്കറിയാം എന്നുള്ള രീതിയിലാണ്. അല്ലാതെ അവര് തങ്ങൾ അങ്ങനെ വിളിച്ചല്ലോ അങ്ങനെയൊന്നും പറയുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നത് പോലും വല്ലാത്ത ബഹുമാനത്തോടെയാണ്. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് മാത്രം പറയാൻ സാധിക്കുക? ആ പേര് കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ സാധിക്കുക? ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. വാക്കിൽ പോലും നമ്മള് അദബുകേട് വരാതിരിക്കാൻ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഈമാൻ പോയി പോകുന്ന കാര്യമാണ്. റബ്ബ് കാക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.